ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു പടക്കം വ്ളോഗായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ കാലത്തിന് ശേഷമായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിഷുവൊക്കാനായപ്പോൾ കുറേ പേര് നമ്മളെ പിള്ളേർ സെറ്റൊക്കെ കമൻറ്റ് തന്നെയാണ് ഫുള്ള് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പടക്കത്തിൻ്റെ വ്ളോഗ് എവിടെയും പടക്കത്തിൻ്റെ വ്ളോഗ് എവിടെയും ചോദിച്ചിട്ട്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സ്വന്തം കൃഷ്ണ ഫയർവർക്സിലാണ്, കണ്ണൂരാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ബ്രോ, പേര് പറഞ്ഞോ? പേര് ഹരിഗോവിന്ദ്. ഞാൻ ഇവിടെ കുറേ കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. യെസ്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ഐറ്റംസ് നമുക്ക് ആദ്യം എപ്പോഴത്തെയും പോലെ യൂഷ്വൽ കമ്പനിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമുക്ക് ആദ്യം വെറൈറ്റി തുടങ്ങാം അല്ലേ? ഓക്കെ. ഇത് പുതിയ വെറൈറ്റി. ഇത് 7 ഷോട്ട് ഒരു സിംഗിൾ ഷോട്ട് ആയിട്ട് പോകുമ്പോൾ ഒരു ആർച്ച് പോലെ പോയിട്ട് പോകുന്നതാണ്. ഈ ഇമേജിലുള്ള പോലത്തെ ഇമേജിൽ പോലെ തന്നെയാണ്. അപ്പൊ നല്ല രസമാണ് കാണാൻ. ഇപ്പൊ കുറച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം. അതെ അതെ അതെ, കാണിക്കുന്നുണ്ട്. യെസ്. അതുപോലെ തന്നെ വേറെ അതിന്റെ മൾട്ടി കളർ ഷോട്ടാണ്. ഇതേപോലെ സെയിം സാധനം തന്നെ 7 ഷോട്ട് ആർച്ച് പോലെ പോകും, പക്ഷെ ഡിഫറെന്റ് കളേഴ്സ് പോലെ വെറൈറ്റി പൊട്ടുന്ന പോലെ തന്നെ കാണുന്നത്. റെയിൻബോ ബ്ലാസ്റ്റ്. ഇതിപ്പോ ഏതാ ബ്രാൻഡ് വരുന്നത്? നമുക്ക് ബ്രാൻഡ് ഓറഞ്ച് ഇത് കമ്പനി ആയിട്ട് വരും മെയിൻലി. ഓക്കെ. ഇത് അതൊരു ബാലാജിയുടെ അല്ലേ? നല്ല പെർഫോമൻസ്. നമുക്ക് കുറച്ചുകൂടെ ബാലാജി നല്ല പെർഫോമൻസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് കൊണ്ട് ടെസ്റ്റ് ചെയ്തിന്. വാങ്ങുന്ന നമ്മളെ ടെസ്റ്റിന് അടിപൊളി സാധനം. ഇത് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിലുണ്ട്, പക്ഷെ നമുക്ക് നല്ലോണം മൂവിംഗ് ഉള്ള റൈറ്റാണ് ഇത് രണ്ടും. പിന്നെ നമുക്ക് ഷോർട്സിലേക്ക് വരാം. അതിന് മുന്നേ നമുക്ക് പിന്നെ ഇപ്രാവശ്യത്തെ കുറച്ച് നമുക്ക് ഏകദേശം ഒരു 150+ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഫാൻസിയിൽ അല്ലേ? ഫാൻസി നമ്മള് ഇതാ പ്രാവശ്യം വന്ന് പറഞ്ഞാല് ജയറൂബിന് ആസ്ര കോട്ടി. ഇത് അടിപൊളി സാധനം. മൾട്ടി കളർ 5 പീസ് ഉണ്ടാവും. 5 in 1 ആയിട്ടാണ് വരുന്നത്. അതേപോലത്തെ ഒരു ബോക്സിൽ 5 പീസ് ഉണ്ടാവും. അഞ്ച് കളറാ. അതുപോലെ അതിന്റെ സെപ്പറേറ്റ് പറഞ്ഞാൽ ഇത് പുതിയ പറഞ്ഞാൽ ഓരോ കളർ കട്ടി. ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യാം. നല്ല കളർ ആണ്. പച്ച, ചോപ്പ്. ഇതിന്റെ ചെറുതാ. ഇത് അതിന്റെ ചെറിയ വേർഷൻ. ഇതെല്ലാം സിംഗിൾ കളർ ആയിട്ട് വരാം. ഇതെല്ലാം 5 പീസ് ആയിട്ട് തന്നെ വരുന്നത്. അതേപോലെ നമുക്കൊരു അടിപൊളി ബണ്ടിൽ ഓഫർ ഉണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞതല്ലേ, ഒരു കിടിലൻ ബണ്ടിൽ ഓഫർ ഉണ്ട്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പിന്നെ അതല്ലേ, ഇത് നമുക്ക് ഇതിന്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് നമ്മൾ ചെറിയ ഒരു പൂക്കിറ്റിന്റെ ഒക്കെ വേറൊരു വെറൈറ്റി പോലത്തെ ഒരു സംഭവം അല്ലേ? അപ്പൊ അതിന്റെ കുറച്ച് വെറൈറ്റി മൾട്ടി കളറും അതേപോലെ തന്നെ അതിന്റെ ഇത് ഫുള്ള് റെഡാ. ഇതെല്ലാം ഫുള്ള് റെഡാണ്. നല്ല ക്രാക്കിംഗ് റെഡാണ് ഇതെല്ലാം. എല്ലാത്തിന്റെ ഫംഗ്ഷൻ ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? ഫംഗ്ഷൻ ഡിഫറെന്റ്. ഓക്കെ. അതിന്റെ റെഡ് ഉണ്ട്, അതിന്റെ വേറൊരു സ്പാർക്ലിംഗ് ടൈപ്പ് പോലത്തെ വേറൊരു മോഡലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഇതിന്റെ തന്നെ വേറെ കുറച്ച് വെറൈറ്റീസ് അപ്പുറത്തുണ്ട്, നമുക്ക് അതുകൂടി നോക്കാം. അവിടെ കണ്ടതിന്റെ കുറച്ച് വേറെ വെറൈറ്റീസ് ആണ് ഈ പോപ്കോൺ, അതേപോലെ തന്നെ സ്കൈ കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് മോഡൽസ്. ഇതിന്റെ വേറെ കളേഴ്സ് ആണ്. ഇതാണ് നമ്മുടെ സംഭവം മെയിൻ ആയിട്ട് വരുന്നത്. മീന എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. അത്യാവശ്യം കൊല്ലങ്ങളായി പോകുന്ന സാധനം. നമ്മൾ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ മോഡൽസ് എത്രയാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്? ഇതെല്ലാം ഓൾമോസ്റ്റ് 200-250 ആയിട്ടും വരും. ആ റേഞ്ചിലാണ് ഇങ്ങനത്തെ സ്റ്റാർട്ടിംഗ് വരുന്നത് അല്ലേ? എല്ലാം നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ ഒട്ടുമിക്ക എല്ലാം ബ്രാൻഡ്സ് ആണ്. ബ്രാൻഡഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പെർഫോമൻസ് ഗ്യാരണ്ടീഡ് ആയിരിക്കും അല്ലേ? അതെ, പെർഫോമൻസ് അടിപൊളിയാണ്. അതേപോലെ തുടങ്ങുന്ന ഫാൻസി ഐറ്റം 80 മുതൽ 300 വരെ പോകുന്ന ഐറ്റംസിൽ ഇപ്പം നിലവിൽ നല്ല സാധനങ്ങൾ ഇറങ്ങി. വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇപ്രാവശ്യം. ഞാൻ നേരത്തെ കണ്ടൊരു വെറൈറ്റി ഐറ്റം ആണ് ഈ ഒരു സാധനം, ഈ ടോപ്പ് ഗൺ എന്നുണ്ട്. ഇതെന്താ ആക്ച്വലി സംഭവം? ഇത് ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ തോക്ക് ഒരു വെറൈറ്റി മോഡലാണ്. ജസ്റ്റ് ഒരു തോക്ക് ഒരു പേപ്പർ ഗണ്ണ് പോലെ വരും. അപ്പൊ അതിന് എൻഡിൽ മാത്രമേ തീ കൊടുത്താൽ നല്ല പിള്ളേർക്കൊക്കെ പറ്റിയ പിള്ളേർക്ക് പറ്റുന്നത് സേഫാണ്. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഒരു മഡിന്റെ ഈ ഒരു പൂക്കിറ്റാണ്. ഇത് നമുക്ക് കുറച്ച് 2-3 കൊല്ലമായിട്ട് ട്രെൻഡിങ്ങിലുള്ള സാധനമാണ്. അതിന്റെ വേറൊരു മോഡലുണ്ട് ചെറുത്, പിന്നെ ഇതിന്റെ വലുതും കൂടി ഉണ്ട് അല്ലേ? ഇതിന്റെ വലുതും കൂടി ഉണ്ട്. ഓക്കെ. അങ്ങനെ 2-3 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇതിന്റെ തന്നെ. ഇതിലും വേറെ കളേഴ്സ് ആണ്. ഒന്നെങ്കിൽ ഇത് കുറച്ച് മറ്റേ സ്പാർക്ലിംഗ് ടൈപ്പ് പോലത്തെ മോഡലാണ്. ഇത് വേറൊരു റെഡ് ഗോൾഡൻ ടൈപ്പ് പോലത്തെ കളറാണ്. അങ്ങനെ ഉണ്ടാവും. ഇത് പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇത് സിംഗിൾ പീസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് എത്ര? 50 റുപ്പീസ് വേണം തുടങ്ങും. 50 റുപ്പീസ് ആണ് ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഓക്കെ. ഇതൊക്കെ വെറൈറ്റി ഐറ്റംസ് ആട്ടോ. ഇത് നമുക്ക് കുറച്ചുകൂടെ ടൈമിംഗ് കൂടുതലുള്ള സാധനമാണ്. ടൈമിംഗ് വലിപ്പം കൂടുമ്പോൾ ടൈമിംഗ് കൂടും. ഓക്കെ. നമ്മളെ നോർമൽ പൂക്കിറ്റിനെ കാട്ടിയും കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് തരുന്നൊരു സാധനമാണ് ഈ ഒരു. ഇത് മഡാണ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി മെയ്ഡ് സാധനമാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ടൈമിംഗ് ഉണ്ടാവും. പിന്നെ നമുക്ക് മെയിനായിട്ട് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പീക്കോക്കാണ്. നമ്മളെല്ലാ പ്രാവശ്യത്തെയും വെറൈറ്റി പോലെ ഇത് ഇറങ്ങിയ ടൈം മുതലേ വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് പീക്കോക്ക്. ഇത് നമുക്ക് പല ബ്രാൻഡ്സിന്റെ ഇവിടെ ഉണ്ട്. 2-3 ടൈപ്പ് ഉണ്ടല്ലേ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ജെറോബിന്റെ ഉണ്ട്, മീനന്റെ ഉണ്ട്. മീനന്റെ ഇത് 200 രൂപ മുതൽ മേലോട്ട് പോകും. നല്ല അടിപൊളി സാധനം. ഇത് 3 ഭാഗത്തോട്ട് പോകുന്നല്ലേ? പിന്നെ നമുക്ക് വരുന്ന ഏതാ? മീന എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബ്ലൂ കളർ മൾട്ടി കളറാ? ഓക്കെ. 3 ഓപ്പണിംഗ് വരുന്ന മൾട്ടി കളറാണ്. ഇതെല്ലാം ഇതിന്റെ പാക്കിംഗ് കണ്ടാൽ തന്നെ അതിന്റെ ക്വാളിറ്റി എനിക്ക് ഏകദേശം മനസ്സിലാവും. എനിക്ക് ഇവിടെ ഇപ്പൊ വിഷുവിൽ ഇടക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അകത്ത് കയറി സെലക്ട് ചെയ്യാല്ലേ? പറ്റും. തീരും. വിഷുവിന് 2 ദിവസം മുന്നേ തീരുന്ന സാധനം ഇതല്ല. സ്റ്റോക്കുകൾ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക്. എന്നാലും പെട്ടെന്ന് വന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടോപ്പ് ലോക്ക് ആകണ്ട. പിന്നെ നമുക്ക് ഇതിന്റെ തന്നെ ഈ പീകോക്കിന്റെ വേറൊരു വലിയൊരു സാധനം ജയറൂബിന് തന്നെ
5 ഓപ്പണിംഗ് ആയിട്ട് വരും. 5 ഓപ്പണിംഗ് ആയിട്ട് വരുന്ന വലിയൊരു പീക്കോക്ക് ആണ് ഇത്. അത്യാവശ്യം നല്ല ടൈമിംഗ് കിട്ടും, ഏകദേശം 1 മിനിറ്റിന് അടുപ്പിച്ച് കിട്ടുമല്ലോ എന്തായാലും. നല്ല ടൈമിംഗ് കിട്ടും, നല്ല ഹൈറ്റിലും പോകും, നല്ല വീതിയുണ്ട്, നല്ലോണം വീതി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ നമ്മളിപ്പോൾ ഉള്ളിൽ വെച്ച് മാക്സിമം ആയിട്ടുള്ള വലുത്. ഇപ്പൊ നിലവിൽ ഏറ്റവും വലുത് നിലവിൽ ഇത് കഴിഞ്ഞ ഇല്ലായിരുന്നല്ലോ, ഇപ്രാവശ്യം ഇറക്കിയതാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പീക്കോക്കിൻ്റെ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ നമ്മൾ നോർമലി നമുക്ക് പിള്ളേർക്ക് പറ്റിയിട്ടുള്ള ഇതേപോലത്തെ പെൻസിലുകൾ, അതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. റോബിൻ എന്ന് പറയുന്ന ബ്രാൻഡ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ കാണിച്ച സെയിം റോബിൻ ബ്രാൻഡിൻ്റെ കുറച്ച് തീപ്പെട്ടി, ഇങ്ങനെയുള്ള തീപ്പെട്ടീസ് ഉണ്ട്. ഓക്കെ, കളർ പെൻസിലും അങ്ങനത്തെ സാധനങ്ങൾ, അതിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ എടുത്തങ്ങനെ പറയാതെ നമുക്ക് ചെറിയ പിള്ളേർക്കൊക്കെ പറ്റിയ 5-in-1 അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നമ്മളെ റോക്കറ്റിൻ്റെ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ ഇവിടെ ഉള്ളിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ്സ് ആണ് ഇത്. പക്ഷേ വിസിലിംഗ് ടൈപ്പ് റോക്കറ്റ് അല്ലേ? ഇത് മേലെ പോയിട്ട് ഇങ്ങനെ സൈറൻ പോലെ ഒച്ചയിക്കൊണ്ട് മേലോട്ട് അങ്ങനെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കൊരു ബോക്സ് 10 വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ വേറെ, ഇത് മീൻ തന്നെ ബ്രാൻഡ് രണ്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് അതിൻ്റെ നമ്മൾ നോർമൽ പണ്ടുള്ള ട്രഡീഷണൽ സാധനമാണ്, പൊട്ടുന്ന മുകളിൽ പോയിട്ട് പൊട്ടുന്ന ടൈപ്പില്ല. അത്യാവശ്യം നല്ല ഹൈറ്റിൽ പോകും, ഒരു തെങ്ങിനെക്കാട്ടി ഹൈറ്റിലുണ്ടാവില്ല, തെങ്ങിനെക്കാളും മേലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ ഇത് രണ്ട് മാത്രമല്ല ഉള്ള, നമുക്ക് വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് റോക്കറ്റ്സിൻ്റെ. ഈ റോക്കറ്റ് ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ചെറുതല്ലേ? അതിൻ്റെ ചെറിയ വേർഷൻ. ഇതിൻ്റെ ചെറുത് ഇതാണോ സ്റ്റാർട്ടിങ് വരുന്ന വേർഷൻ വരുന്നത്? ഇതാണ് സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് നമ്മൾ റോക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്. ചെറിയ റോക്കറ്റ്സ് ഇല്ല, ചെറുത് ഇപ്പം നിലവിൽ അതാണ് ഏറ്റവും ചെറുതായിട്ട് വരുന്നത്. അങ്ങനെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് എല്ലാവരും കാത്തിരുന്ന സംഭവം നമ്മൾ ഷോർട്ടുകളിലേക്ക് പോവാം. ഷോർട്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് കമ്പിത്തിരി അങ്ങോട്ട് ആ സെക്ഷൻ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് കമ്പിത്തിരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് എന്നുള്ളത്. നമ്മളെ രമേശ് ബ്രാൻഡിൻ്റെ ഒരു ബണ്ടിലാണ് ഇത്. നമുക്കൊരു 10 പീസ് വരുന്ന ഈ ഒരു ബണ്ടിൽ നിങ്ങൾ എടുക്കാന്നുണ്ട്. എത്രയാണ് റേറ്റ് വരുന്നത്? ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആയിട്ട് തരാം, 80 രൂപ വരെ പോകും. 80 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു 10 പീസ് രമേശിൻ്റെ ബണ്ടിൽ സ്പാർക്ലിംഗ് ടൈപ്പ് നിങ്ങൾക്ക് കിട്ടും. ബണ്ടിൽ എടുക്കുന്ന ടൈമിൽ കമ്പിത്തിരിയിലെല്ലാം നമുക്ക് നല്ല ഓഫറിൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ തന്നെ നമുക്ക് കുറേ അധികം വെറൈറ്റീസ് ഉണ്ട്. ഇപ്രാവശ്യത്തെ വെറൈറ്റി എന്താ നമുക്ക് കമ്പിത്തിരിയിൽ മെയിനായിട്ട് കളർ ഐറ്റം വരുന്നുണ്ട്. ക്രാക്ലിങ്, അത് ക്രാക്ലിങ്, ഇലക്ട്രിക് കളർ, പിന്നെ 5 കളറെല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ നോർമൽ റെഡ്, ഒരു ഒറ്റ സിംഗിൾ കളർ ആയിരിക്കും. അതെ അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് ഗ്രീന്, അതിന്റെ യെല്ലോ, ഓരോ ഡിഫറെന്റ് ഐറ്റംസ് ഇത് മിക്സ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതെ അതെ, 5 ഐറ്റംസ് ഇതായിരിക്കും. ഓക്കെ. മെയിൻ ആയിട്ട് സ്പാർക്കിൾസ് മൊത്തം രമേശ് ബ്രാൻഡിനാണല്ലോ. അതെ അതെ. ബണ്ടിൽ എടുക്കാൻ നോക്കുക, ബണ്ടിൽ എടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിൽ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുമല്ലേ? അതെ. ബണ്ടിൽസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് ഒരു ബോക്സിൽ ഒരു ബണ്ടിൽ എല്ലാ ബണ്ടിൽസിനും 10 പീസ് 5 പീസൊക്കെ വരുന്ന ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങളനുസരിച്ചിട്ട് ചൂസ് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ 7 സെൻറ്റിമീറ്റർ തൊട്ടിട്ട് പിന്നെ ഇതിൻ്റെ വലിയ സൈസ് ഉണ്ട് ഇവിടെ. വലിയ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 50 സെൻറ്റിമീറ്റർ വരുന്നത്. അതെ, 50 സെൻറ്റിമീറ്റർ. ഇത് അത്യാവശ്യം നല്ല ടൈമിംഗ് കിട്ടുന്ന സാധനം. ഇതും രമേശ് ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അത്യാവശ്യം നല്ല ടൈമിംഗ് നമുക്ക് കിട്ടുമല്ലേ? ഇതിലും 5 പീസ് അല്ലേ ഉണ്ടാവും? 5 പീസ് ആണ്. 5 പീസ്. ഓക്കെ. 5 നേരത്തെ പറഞ്ഞ പോലെ 5 മിക്സ് ആയിട്ട് വരുന്ന സംഭവമാണ് ഇത്. 50 സെൻറ്റിമീറ്റർ അല്ലേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് മാക്സിമം ഉള്ളത് 7 സെൻറ്റിമീറ്റർ തൊട്ടിട്ട് 50 സെൻറ്റിമീറ്റർ വെറൈറ്റീസ് ആണ് സ്പാർക്കിൾസിൻ്റെ കേസിൽ വരുന്നത്. നമുക്ക് നമ്മളെ മെയിൻ ഷോർട്സിലേക്ക് വരുന്നത് നമ്മൾ 12 ഷോട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ 18 ഷോട്ട് ഉണ്ട്. 12 ഷോട്ട് തന്നെ നമുക്ക് ഇവിടെ ചീമയുടെ ആ ഒരു പച്ച കളർ മോഡലൊക്കെ നമ്മളിവിടെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതലേ ഉള്ളൊരു മോഡലാണ് ഈ ഒരു 12. അത്രയും മൂവിങ് ആണ്. അതെ, കുറേ മൂവിങ് ആണ്. ഐറ്റംസ് ലിമിറ്റഡ് ആണ്. ഇത് നമ്മൾ 18 ഷോട്ടാണ്. അത് കഴിഞ്ഞ് 12 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് 18 ആണ്. 18 എൻജോയ് 18 ഉണ്ട്. കുറേ മോഡൽസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ 12 ഷോട്ട് തന്നെ നമുക്ക് കുറേ അധികം വെറൈറ്റി മോഡൽസ് നമുക്ക് അതൊന്ന് കാണാം. ഒരു സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള സ്നോ ഡോഗ്, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ ഫംഗ്ഷനിങ് ഇതൊക്കെ നമ്മൾ വിരിയുന്ന ടൈപ്പ് തന്നെയാണോ? മോളിൽ പോയി ഇതെല്ലാം വിരിയുന്ന ടൈപ്പാണ്. ഇപ്പൊ അവിടെ കാണുന്ന ക്രാക്ലിംഗ് ഉണ്ട്. ക്രാക്ലിംഗ് ഇപ്പൊ അത് ഗോഡൌണിലില്ല, ഇവിടെ വെച്ചിട്ടില്ല. ക്രാക്ലിംഗ് ഐറ്റം ഉണ്ട്. ബാക്കിയെല്ലാം വിരിയുന്ന മൾട്ടി കളർ ഐറ്റംസ് ആണ്. ഓക്കെ ഓക്കെ. ഈ 18 ഷോട്ടും ഈ 12ഉം വിരിയുന്ന ടൈപ്പ് തന്നെ. പിന്നെ ഇനി നമ്മൾ ഈ ഒരു 12 ഷോട്ടും അതേപോലെ തന്നെ 18 ഷോട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ നടുക്കുള്ള ഒരു സംഭവമാണ് ഈ 15 ഷോട്ട്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി സാധനമാണ്. ടുക് ടുക്ക് എന്നുണ്ട് ഇപ്രാവശ്യം ഇറങ്ങിയ ഒരു മോഡലാണ് ഈ കാണുന്നത്. നമ്മൾ ബോക്സ് കാണുമ്പോൾ 30 ഷോട്ടാണെന്ന് വിചാരിക്കും, പക്ഷേ ഇത് 15 മാത്രം പോകുന്ന. ഇതെന്താ ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇത് എൻ്റെ കുറ്റി വലുതാണ്, മൾട്ടി കളർ, അതുകൊണ്ട് നല്ല വിരിച്ചലും ഉണ്ടാവും. ഇപ്രാവശ്യം മാറിയ മോഡലാണ്. അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പം ഷോർട്സ് ആ ഒരു ചെറിയ ഷോട്ടിന് പിന്നെ വലിയ കാറ്റഗറിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാധനങ്ങളാണ് ഇത്. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് 30 ഷോട്ട് ഇല്ല? 30 ഷോട്ട്. ഇത് ട്രൈ കളറാ, മൾട്ടി കളർ വരുന്നത്? വല്ല മൾട്ടി കളറാണ്. റൂബി, മാക്സ്, ബാലാജി, മീന, പിന്നെ അതേപോലെ തന്നെ ബാലാജി അല്ലേ? 3 ബ്രാൻഡ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അത് 60 ആണ് നമുക്ക് വരുന്നത്. അത് 60 ഷോട്ട് അല്ലേ? ഇതൊക്കെ നമുക്ക് വിരിയുന്ന ടൈപ്പ് മോഡൽസ് ആട്ടോ. നമ്മൾ ക്രാക്ലിംഗ് മാത്രമുള്ള 60 ഷോട്ട് കുറേ മോഡൽസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 120 ഷോട്ടാണ് വരുന്നത്.
ഈ ഓറഞ്ചിന്റെ ഡാർക്ക് ഫാന്റസി എന്ന് പറയുന്ന എഡിഷൻ നമുക്ക് കുറേ അധികം ഷോപ്പുകളിൽ കാണാൻ പറ്റുന്ന ഒരു മോഡലാണ്. അത്യാവശ്യം നല്ല മൂവിങ് ആയിട്ടുള്ള അതെ, നല്ല 3-4 കൊല്ലമായിട്ട് അങ്ങനെ മൂവിങ് ആയിട്ടുള്ള മോഡൽ. അത്രയും ക്വാളിറ്റി വൈസ് അടിപൊളി സാധനമാണ് നമ്മൾ ഈ ഒരു 120 ഷോട്ട്. ഇത് 120 അല്ലേ? ഇത് 100. ഇത് 100 ഷോട്ട്, 120 ഷോട്ട്. ഇത് 120 ശ്രീകുമാർ ബ്രാൻഡ് 120 ഷോട്ട് വേറുണ്ട്. ഇതെല്ലാം മൾട്ടി കളറാണ്. മൾട്ടി ആണല്ലോ, എല്ലാം മൾട്ടി കളറാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇതൊരു 96 ഷോട്ടിന്റെ വേറൊരു സംഭവമുണ്ട് മീനൻ തന്നെ. അതിൻ്റെ താഴെയുള്ള ഈ ഒരു സെറ്റാണ് നമ്മൾ കാണുന്നത്. 240 ഷോട്ട്സിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ് ഈ കാണുന്നത്. അതിൽ തന്നെ പല ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. മീന, ഓറഞ്ച്, ജെ റൂബി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബ്രാൻഡ്സിൻ്റെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നല്ല പെർഫോമൻസ് ഉള്ളൊരു സാധനമാണ് ഈ ഒരു ബാലാജിയുടെ ഈ ഏറ്റവും താഴെ കാണുന്ന 240. നല്ല ടൈമിംഗ് ഉണ്ടാവും, നല്ല ടൈമിംഗ് കൊണ്ട് നല്ല വിരിച്ചലും ആണ്. കുറ്റില നല്ല സൈസ് ഉണ്ടാവും. അതിന് ഷോട്ടിൻ്റെ ആ ഒരു ഇത് നല്ല ക്വാളിറ്റിയുള്ള ഷോർട്സ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഷോർട്സിൻ്റെ ഏരിയയിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ അവിടെയുള്ള നമ്മൾ റെയിൻബോ സാധനം കണ്ടിട്ടില്ലേ, റെയിൻബോ ബ്ലാസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് ആണ് ഇപ്രാവശ്യം നമ്മൾ ഷോർട്സിൻ്റെ കേസിലുള്ളത്. ഇനി നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് നമ്മൾ സിംഗിൾ ഔട്ട് ഉണ്ടല്ലേ, സിംഗിൾ ഔട്ട് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ്, ബോംബും അതേപോലെ തന്നെ പൂക്കിറ്റും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കൂടെ നോക്കാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ബോംബും അതേപോലെ തന്നെ പൂക്കിറ്റൊക്കെ ഈ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ ബോംബ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള അറൗണ്ട് എത്ര 50 റുപ്പീസ് മുതൽ 50 റുപ്പീസ് മുതൽ 50 റുപ്പീസ് മുതൽ 50 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ബോംബ്സ് തൊട്ടിട്ട് അതും എല്ലാം ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. മീന ബ്രാൻഡിൻ്റെയാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്, മീന ഓറഞ്ച്. അതിൽ നിന്ന് ഇങ്ങനെ നമുക്കിതാ കുറേ വെറൈറ്റീസ് ഉണ്ട് ബോംബിൻ്റെ തന്നെ. ഇപ്പോൾ നമ്മൾ ഹൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകുമ്പം എല്ലാവരും എന്താ പറയുക ഒന്ന് കിടുങ്ങുന്ന സാധനങ്ങളല്ലേ, കിങ് റൈഡർ, ഇതൊക്കെ പണ്ടേ പണ്ടേ ഓജി സാധനം ഇപ്പോൾ ഉണ്ട്. ഇത് ഏതോ എത്രയോ കൊല്ലമല്ല, ഒരു 10 കൊല്ലത്തിന് മുകളിലായി ഉണ്ടാവും. ഇതേ ഡിസൈൻ ഇതേ പാക്കേജിൽ വരുന്ന സാധനമാണ്. ഇത് പണ്ടേ മൂവിങ് ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ റെഡ് കളർ വരുന്ന ബോംബാണ് ഈ കാണുന്നത്. സൗണ്ട് വേറെ ലെവൽ സൗണ്ട് ആയിരിക്കും, പിന്നെ പറയണ്ട. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഈ ലേസർ ബോംബ് എന്ന് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇത് അതിൻ്റെ ഒരു പച്ച കളർ വേർഷനാണ് ഈ കാണുന്നത് അല്ലേ. അതിനെക്കാട്ടിയും കുറച്ചുകൂടി ബെറ്റർ ആണ്. നല്ല കുറച്ചുകൂടെ ഇതിൻ്റെ കെട്ട് കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ആണ്. പിന്നെ അൾട്രാ ഫ്യൂസ് ആണ്, നമുക്ക് അത്യാവശ്യം കത്തിച്ചിട്ട് ഓടാനുള്ളൊരു ടൈം ഗ്യാപ്പ് നമുക്ക് കിട്ടും. പിന്നെ നമുക്കിനി വെറൈറ്റി ആയിട്ട് നമ്മൾ ഫ്ലവർ പോട്ട്സിൻ്റെ ഏരിയയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ചെറുത് നമ്മൾ ഏറ്റവും ബേസ് ലെവൽ ചെറിയ സ്മോൾ മോഡൽ തൊട്ടിട്ട് നല്ല വലിയ സൈസ് ഉള്ളവരുണ്ട്. നമ്മൾ സ്മോൾ ലെവൽ ഓറഞ്ച് ബ്രാൻഡിൻ്റെ ചെറുത് ഇതൊക്കെ നമുക്ക് ഏകദേശം പ്രൈസ് സ്റ്റാർട്ടിങ് സെയിം തന്നെ 50 റുപ്പീസ് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഫ്ലവർ പോട്ട്സ് അല്ലേ. അതിൽ തന്നെ ഇങ്ങനെ നമുക്ക് വരാം. ഇതൊക്കെ പുതിയ മോഡൽ, പ്രാവശ്യം പുതിയ മോഡലാണ്. ട്രൈ കളറാണ്, എല്ലാം വെറൈറ്റി കളേഴ്സ് ഉണ്ടാവും. ഓക്കെ, 5 പീസ് മുതൽ. ഓക്കെ 5 കളേഴ്സ് അല്ലേ. ഓക്കെ അത് വേറെ വെറൈറ്റി. ഇതും പുതിയ വെറൈറ്റി അല്ലേ ഈ മീന എന്ന് പറയുന്ന ബ്രാൻഡ്? അത് പണ്ടേ ഉണ്ടായതാണ്. അത് മൂവിങ് ആണ്, പക്ഷെ നല്ല മൂവിങ് ആണ്. നല്ല കാണാൻ ഇതെങ്ങനെ സിംഗിൾ ഇതെല്ലാം 5 പീസ് ആയിട്ട് വരാം. വേറൊരു വെറൈറ്റി മോഡലാണ്. ഇതൊരു ബോക്സിൽ 5 പീസ് വരുന്ന അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. നോക്കിയാൽ കൈയിൻ്റെ സൈസ് ഉണ്ട്. നല്ല ടൈമിംഗ് ഉള്ളൊരു ഐറ്റമാണ് ഈ ഒരു സാധനം വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ കുറച്ച് ജയ്ഗുരുവിൻ്റെ മൾട്ടി കളർ കോട്ടിയുണ്ട്. അതേപോലെ തന്നെ പിന്നെ മീനയുടെ അതിൻ്റെ കുറച്ചുകൂടെ വലിയ സൈസ് ആണ്. ഇപ്പോൾ ഈ കണ്ടതിൻ്റെ വലിയ സൈസാണ് ഇത്. അല്ല, ഇത് മീഡിയം സൈസ് തന്നെ, പക്ഷെ 10 പീസ് ഉണ്ടാവും. 10 പീസ് ഇതേപോലെ ടൈമിംഗ് തരും. ഓക്കെ നല്ല ടൈമിംഗ്. ഇത് നമ്മളെ ട്രഡീഷണൽ പണ്ടേയുള്ള ടൈപ്പ് ഓഫ് മോഡൽസ് അല്ലേ? അതെ. ഓക്കെ കുറച്ചുകൂടെ വലിയ സൈസുള്ള സാധനമാണ് ഈ കളിന്ന്. പക്ഷെ ഇതേതാ ബ്രാൻഡ്? നമ്മളെ ചീമ ബ്രാൻഡ് അല്ലേ? ചീമ ബ്രാൻഡ് പക്ക ക്വാളിറ്റി ആയിരിക്കും. നമ്മളിപ്പം കണ്ടതിനെക്കാട്ടിയും വലിയ സാധനം. ഒരു കൈ നിറച്ചെന്നറിയാനുള്ള 10 പീസ് ഉണ്ടാവും ഒരു ബോക്സിൽ അല്ലേ. ഇത് അതേപോലെ തന്നെ 10 പീസ് വരുന്ന ഏകദേശം സെയിം സൈസ് വരുന്ന വേറൊരു മോഡലാണ്. അതേപോലെ തന്നെ വേറെ ബാലാജിയുടെ നമുക്ക് വേറെ മോഡൽസ് ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതേപോലെ തന്നെ വലിയ സൈസ് വരുന്ന ഒരു മോഡലാണ്. ഇതാണ് നമ്മളെ ഈ ഒരു ഫ്ലവർ പോട്ടിൻ്റെ സെക്ഷൻ വരുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഫ്ലവർ പോട്ടിൻ്റെ വേറെ കുറച്ച് പുതിയ ഫാൻസി ഐറ്റംസിൻ്റെ കാറ്റഗറിയിൽ വരുന്ന കുറച്ച് വെറൈറ്റി ഐറ്റംസ് 5 in 1 നേരത്തെ നമ്മൾ പറഞ്ഞ പോലത്തെ ഐറ്റംസും ഉണ്ടല്ലേ. അതെ. പിന്നെ ഇനി നമുക്ക് നിലച്ചക്രത്തിലേക്ക് പോകാം. നിലച്ചക്രം നമ്മൾ ആസ് യൂഷ്വൽ മീന ബ്രാൻഡ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ചെറുതുണ്ട്, നമ്മൾ ചെറിയ മോഡൽസ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് എത്ര സ്റ്റാർട്ടിങ് വരുന്ന നിലച്ചക്രമൊക്കെ? സ്റ്റാർട്ടിങ് 50 റുപ്യ മുതൽ വില പോകുന്നുണ്ട്. ഓക്കെ, 50 റുപ്യ മുതലല്ലേ. യെസ്, ഇത് നമ്മൾ ഏറ്റവും നോർമൽ ചെറിയ സൈസ്, അത്യാവശ്യം ചെറിയ ടൈമിങ് മാത്രമുള്ള സാധനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന പക്ഷെ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. പിന്നെ നമുക്ക് മീന ബ്രാൻഡിൻ്റെ അതിൻ്റെ കുറച്ച് വലിയ മോഡലുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മോഡലില്ലായിരുന്നു. ഇതാണ് നമ്മുടെ ഡീലക്സ് മോഡലാണ്. ഇത് അത്യാവശ്യം നല്ല ടൈമിങ്ങും അത് നല്ല പെർഫോമൻസും ഉള്ളൊരു മോഡലാണ് അല്ലേ. നിലച്ചക്രത്തിൻ്റെ കുറച്ച് ഏറ്റവും വലിയ മോഡൽ നമ്മുടെ മീനയുടെ ഡീലക്സ് ചക്ര എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഇത് അത്യാവശ്യം നല്ല ടൈമിങ് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ സാധനം. ഇത് ഏകദേശം നല്ല കുറേ കാലമായിട്ട് മൂവിങ് ഉള്ള ഒരു സാധനം കൂടിയാണ്.
യെസ്. പിന്നെ ഇപ്പം ഇപ്രാവശ്യം വന്ന കുറച്ച് വെറൈറ്റിയിലുള്ളതാണ് മീനയുടെ ചക്ര, ഗ്രൗണ്ട് ചക്ര സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡൽ വന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു മീഡിയം സൈസ് ആയിരിക്കും. മീഡിയം സൈസ്. ഇത് നമുക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുത് ഇപ്പം ഈ ഒരു ഡീലക്സ് മോഡലാണുള്ളത്. അതെ, ഉള്ളതിലല്ലേ? ഓക്കെ, അതാണ് നമ്മൾ ഗ്രൗണ്ട് ചക്രൻ്റെ ഏകദേശം ഒരു സെക്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഔട്ടിലേക്ക് പോവാം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഫാൻസി ഐറ്റംസും കൂടി ഇവിടെ ബാക്കിയുണ്ട്. നമ്മൾ ട്രഡീഷണൽ ഐറ്റംസിൽ വരുന്ന നമ്മുടെ ചറബറ എന്നൊക്കെ പറയും, കിറ്റ്കാറ്റ്, ക്രാക്ക് ജാക്ക് എന്നൊക്കെ പറയുന്ന മീനയുടെ വെറൈറ്റി ഉണ്ട്. അതിൻ്റെ തന്നെ വേറെ ബ്രാൻഡ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഇവിടെ വേറൊരു ബ്രാൻഡ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ബണ്ടിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. 10 പീസൊക്കെ വരുന്ന ബണ്ടിൽസ് ഉണ്ട്. പിന്നെ നമുക്ക് അതിൽ തന്നെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ചറവറയുടെ കുറച്ച് വലിയ മോഡൽ, സിംഗിൾ പീസ് ആയിട്ട് ഏറ്റവും വലിയ മോഡൽ. പക്ഷെ പൂക്കുറ്റി എന്നും പറയാൻ പറ്റൂല, വേറൊരു ചൈനീസ് വെറൈറ്റി എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് മോഡൽസ് ആണ് ഈ ഒരു സാധനം. ഇതിൻ്റെ തന്നെ കുറേയധികം വെറൈറ്റീസ് ഉണ്ട്. പല ടൈപ്പ് കളേഴ്സ്, ഗോൾഡൻ കളർ, അതേപോലെ തന്നെ സിൽവർ, റെഡ്, മൾട്ടി കളർ വരുന്നുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ ടൈപ്പ് അല്ലേ? അതെ, രാജകല ബ്രാൻഡിൻ്റെ കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ ടൈപ്പ് സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് പറഞ്ഞാൽ ഇതൊന്ന് മേലെ പോയി പൊട്ടും, ആദ്യം വിരിയും, പിന്നെ മേലെ പോയി പൊട്ടും. ഇത് പുതിയൊരു വെറൈറ്റി അല്ലേ? ഇത് വെറൈറ്റി. ഓക്കെ, അത് നോർമലി നമ്മൾ പൂക്കിറ്റ് പോലെ തന്നെ കത്തിയിട്ട് മേലെ പോയി ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് ഇതേപോലെ വലിയ വരിയിൽ ഉണ്ടാവില്ല, എന്നാൽ ഒരു മീഡിയം സൈസ് പോയിട്ട് പൊട്ടും. ഓക്കെ, അതൊരു പുതിയ വെറൈറ്റി ആണ്. ഇനി ഇതെന്താ സംഭവം? ഇത് ചെറുതല്ലേ? സെയിം ബ്രാൻഡ്, ചെറിയൊരു മോഡലാണ് അത്. ഇത് ഞാൻ നേരത്തെ അന്നേരം കണ്ടു. ഇതെന്താ ആക്ച്വലി? ഇത് പെൻസിലാണ് ആക്ച്വലി. നല്ല ലെങ്ത് ആയിട്ട് ഇതാക്കി കൊടുക്കുന്നതാണ്. ഇത് കാണും, മാല എടുത്തിട്ടു, മാല കാണുന്ന. ഇത് പെൻസിൽ അല്ലേ? ഇതൊന്ന് ഓപ്പൺ ചെയ്യാമോ? ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ എൻഡില് തീരി കൊടുത്താൽ ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ മതി. ഓപ്പണോ ഒന്നും ചെയ്യേണ്ട ആവശ്യം. ചിൽഡ്രൻസിനൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്ലി ഇതാണ്. കത്തിക്കാൻ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ ഇതും പെൻസിലാണ് ഇപ്രാവശ്യം വന്നേ. വണ്ടർല അല്ലേ? നല്ല ഇത് ഓൾമോസ്റ്റ് ഈ സെയിം വൈറ്റ് കളറിലായിട്ടാണ് വരിക. ഇതൊരു ബോക്സിൽ 3 പീസ്. അതിന്റെ വെറൈറ്റി ഉണ്ടെന്നോ അല്ലെ? 2-3 കളേഴ്സ് ഉണ്ടെന്നോ അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് വേറെ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലേ? അതുപോലെ തന്നെ അത് 5 പീസ് ഉണ്ടാവും. ഇത് അതിന്റെ കുറച്ചുകൂടെ 5 പീസ് വരുന്ന വേറെ ബ്രാൻഡിന്റെ ഗോൾഡ് കളർ ആയിരിക്കും. ഗോൾഡ് ഫുള്ള് 5 ഗോൾഡ് ആയിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ നോർമൽ അതിന്റെ കുറച്ച് വേറെ ഒരു പെൻസിൽ അല്ലേ? ഇത് പെൻസിൽ തന്നെ. ഇത് ഇതേപോലെ ഒരു നല്ല വൈറ്റ് കളർ പോലെ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ. അത് ചെറുതുണ്ട്. പിന്നെ ചീമയുടെ അതിന്റെ കുറച്ചുകൂടെ ചെറുതുണ്ട്. നമുക്ക് പിള്ളേർക്കൊക്കെ പറ്റിയ സാധനം, നമ്മളെ ചാട്ട എന്നൊക്കെ പറയുന്ന അതൊക്കെ അതും ഉണ്ട്. പക്ഷെ അതിന്റെ വേറൊരു മോഡലാണ്. സ്റ്റിക്ക് ആയിട്ട് വരുന്ന മോഡൽ. ഇതെന്താ ആക്ച്വലി? അപ്പൊ ഇത് തന്നെ പെൻസിൽ തന്നെ. ഇതെല്ലാം പണ്ട് ഓടുന്ന ഒരു മോഡലാണ്. പിന്നെ നമ്മൾ ചൈനീസിൽ നേരത്തെ പറഞ്ഞ തന്നെ കിറ്റ്കാറ്റിന്റെ വേറൊരു ബ്രാൻഡ് ഉണ്ട്. പിന്നെ ആ ഒരു ചെറിയ ഫ്ലവർ പോട്ടിന്റെ ഇത് നമ്മൾ സിംഗിൾ ബോക്സ് ആയിട്ട് കൊടുക്കുക. സിംഗിൾ ബോക്സ് ആയിട്ട് കൊടുക്കുന്ന എൻഗ്രേവ് ബേർഡ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മൾ ഫ്ലവർ പോട്ട് പോലെ തന്നെ അതിന്റെ വേറൊരു മോഡലാണ്. അതിന്റെ തന്നെ വേറെ കുറച്ച് ചെറിയ മോഡൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ നമ്മളിപ്പം 2 കൊല്ലമായിട്ട് ട്രെൻഡിങ്ങിനായിട്ടുള്ള ഹെലികോപ്റ്റർ ഉണ്ട്. ഒരു അടിപൊളി വെറൈറ്റി സാധനമാണ്. ഒരു തെങ്ങിനായിട്ടുള്ളൊക്കെ 2 കളേഴ്സിലൊക്കെ പോകുന്ന സാധനമാണ്. ഇതിന്റെ വേറെ കുറച്ച് വെറൈറ്റി മോഡൽസും കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ഉണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ചെറിയൊരു ഐറ്റംസിലേക്ക് വരാം. അതിന് മുന്നേ നമ്മളെ ഷോർട്സിലേക്ക് ഒന്ന് പോവാം. നമുക്ക് ഷോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം എത്ര രൂപ അല്ല? ചെറിയ സിംഗിൾ ഔട്ട് സിംഗിൾ ആയിട്ടുണ്ടെങ്കിൽ 150 മുതൽ 200ഓളം പോകുന്ന മേലോട്ട് പോകുന്ന ഐറ്റംസ് ഉണ്ട്. ഇത് നമ്മളെ ഒരു ബോക്സിൽ 5 പീസ് വരുന്നത്. ഇത് നമ്മൾ സിംഗിൾ ആയിട്ട് കൊടുക്കല്ലോ? ഇല്ല, ഇത് ബോക്സ് ആയിട്ട് വരുന്ന ഒരു ബോക്സ് ആയിട്ട് വരുന്നതാണ് ഈ സ്റ്റാർ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് മോഡൽസ്. അതിൻ്റെ തന്നെ നമ്മൾ ചീമയുടെ 5 പീസ് വരുന്നൊരു സാധനം ഉണ്ട്. ഇതല്ലേ? ഇതിൽ നമ്മൾ ചീമയുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചാണ്. 5 പീസ് വരുന്ന മോഡൽസ് ആണ്. ഇതിൽ തന്നെ 5 പെൻഡാക്കാർഡ് എന്ന് പറയുമ്പോൾ 5 കളേഴ്സ്. 5 കളേഴ്സ് വരുന്ന 2-3 പിന്നെ ലൂണ എന്ന് പറഞ്ഞിട്ട് വേറൊരു മോഡലുണ്ട്. പിന്നെ ഇതാ ഡെസേർട്ട് സ്റ്റോം, വൈറ്റ് സ്നോ. ഇത് ഫുള്ള് ഒരു സിൽവർ കളർ മോഡലാണ്. ഒറ്റ മോഡൽ വരുന്നതാണ്. അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ പെൻഡാ കളർ 5 പീസ് ഉണ്ടാവും. 5 മോഡൽ കളറായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇപ്പം ഇറങ്ങിയ ഒരു പുതിയ മോഡലാണ് ഈ ടോപ്പ് ടക്കർട്ടൻ എന്ന് പറയുന്നത്. ഇത് 10 പീസ് ഉണ്ടാവും. 10 വെറൈറ്റി കളർ. നമ്മളെ 5 എണ്ണത്തിന്റെ ബോക്സ് ഉണ്ട്. ഇത് 10 എണ്ണം വരുന്ന. ഇതിൽ 5 കളേഴ്സ് ഉണ്ടാവും ടോട്ടൽ. അതിൽ തന്നെ റെഡ് 2 എണ്ണം ഉണ്ടാവും, ഗോൾഡ് 2 എണ്ണം, ബ്ലൂ 2, ഗ്രീൻ 2, വയലറ്റ് 2, അങ്ങനെ 5 വെറൈറ്റി വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ വലിയ സൈസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 3 പീസ് വരുന്ന ഐറ്റംസ് ഉണ്ട്. 3 പീസ് വരുന്ന ചീമയുടെ തന്നെ നമുക്ക് കുറച്ച് നമ്മൾ കഴിഞ്ഞ പോലെ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ള വിറ്റായിരിക്കും. അതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. റെഡ് ഉണ്ട്, സ്നോബോൾ, അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റി കളേഴ്സ് ഉണ്ട്. നമ്മളിനി ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല. ഇനി ഇത് ഫ്ലവർ പോട്ടിൻ്റെ വെറൈറ്റി അല്ലായിരുന്നു? ഫാൻസി ഐറ്റംസ് ആണ്.
പിന്നെ നമുക്ക് മെയിനായിട്ടുള്ള ഷോർട്സുകൾ എന്ന് പറഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന ഷോർട്സ് ആണ്. അപ്പോൾ ഇത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഇത് അതിൻ്റെ വലുത്, ഇത് അതിൻ്റെയും കുറച്ചുകൂടെ വലുതാണ് ഈ ഒരു ചീമയുടെ ഈ ഒരു ഡയമണ്ട് ബ്ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മോഡൽസ്, മാക്സ്, ഓറഞ്ചിൻ്റെ ഇതൊക്കെ കുറച്ചുകൂടെ അതിൻ്റെ വലിയ സൈസാണ്. പിന്നെ നമുക്ക് ഓരോ സിംഗിൾ ഔട്ടുകളാണല്ലോ അല്ലേ? സിംഗിൾ ഔട്ട്സിൽ ഇപ്രാവശ്യം ആക്ച്വലി കുറേ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എല്ലാം വെറൈറ്റീസ് വന്നത് കുറേ ഈ ഓറിയോ വന്നത്, ചെസ്, മൗണ്ടൻ ഡ്യൂ F1 അല്ലെങ്കിൽ പിന്നെ ഇപ്രാവശ്യം ഇതിന്റെ ഒരു പെർഫോമൻസ് പറഞ്ഞാൽ ഇത് മൾട്ടി കളർ ഐറ്റംസ്, പിന്നെയും വിച്ച് കളർ വേരിയേഷൻസ് ഉണ്ടാവും, കുറെ കൂടുതൽ കളേഴ്സ് ഉണ്ടാവും. പിന്നെ അതന്നെ അത് സിംഗിൾ കളറിന് പിന്നെ ക്വാണ്ടിറ്റി സിംഗിളാ? ഓക്കെ 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 ഓക്കെ. ഗുഡ് ഡേ എന്ന് പറയുന്നത് ബ്ലൂ ആയിരിക്കും. ഗുഡ് ഡേ ഓൾമോസ്റ്റ് വൈറ്റും ബ്ലൂ മിക്സ്ഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഏകദേശം നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടാവും? ഇത് ഓൾമോസ്റ്റ് നമ്മൾ അമ്പലത്തിലെല്ലാം പൊട്ടിക്കാൻ കൊടുക്കുന്ന ഹൈറ്റ് മേലെ പോയി ടൈപ്പ് സാധനം അല്ലേ? ഇത് എത്ര ഇഞ്ചായിരിക്കും ഇതിന്റെ ഒരു? ഇത് 3.5 ഇഞ്ച്. 3.5 ഇഞ്ചിന്റെ ഷെല്ലായിരിക്കും അല്ലേ? പിന്നെ അതിന്റെ കുറച്ച് വലുത് ബാലാജിയുടെ ഇത് നമ്മൾ സിംഗിൾ ഔട്ടാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഔട്ട്സ് എത്രയാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് റേറ്റ് പറഞ്ഞത്? ഔട്ട് നമ്മൾക്ക് 200 മുതൽ മുകളിലോട്ടേക്ക് ഉണ്ട്. അടിപൊളി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇത് 5 ഇഞ്ചാ? ഇത് 5 ഇഞ്ചിന്റെ 2 എണ്ണം വരുന്ന ബോക്സ് ബാലാജിയുടെ. നമ്മളിങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല. പിന്നെ അതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ മീനയുടെ ഇതൊക്കെ നമ്മൾ അമ്പലത്തിലും വല്ല പള്ളിയിലും ഒക്കെ പൊട്ടിക്കുന്ന ഐറ്റംസ് ആണ്. പള്ളിക്ക് അടിപൊളിയായിട്ട് പൊട്ടിക്കുന്ന വലിയ വലിയ സാധനങ്ങളാണ്. നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് പൊട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പിന്നെ അതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയാനാണെങ്കിൽ ഇതാണ് സാധനം മോനെ. ഇത് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു സാധനമാണ്. ഇതിന് ഏകദേശം വലിയ റേറ്റ് വരുന്നില്ല, നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബാലാജി ബ്രാൻഡാണ് സാധനം. അപ്പോൾ ഇതിന് ഏകദേശം നല്ലൊരു ഇതെത്ര ഇഞ്ചാണ് വരുന്നത്? ഇത് 5.5 ഇഞ്ചായിട്ട് 5.5 ഇഞ്ച്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോക്ക് കിടപ്പുണ്ട് മുകളിൽ. ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ഉണ്ടല്ലോ ഇവിടെ? ഇത് വെറൈറ്റി കളേഴ്സ് ആണ്. കുറെ മോഡൽ ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പുതിയത് കഴിഞ്ഞ പ്രാവശ്യം 5 ഇഞ്ചിന്റെ വരെയാണ് നമ്മൾ കണ്ടത്. ഇതിപ്പം സിംഗിള് ഒരു ബോക്സിൽ ഒരു പീസ് വരുന്ന 5 ഇഞ്ചിന്റെ വലിയ 5.5 വെറൈറ്റി സാധനമാണ്. നമ്മൾ ബണ്ടിൽ ഐറ്റംസിൽ കുറച്ച് ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞത്. നമുക്കിവിടെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ എല്ലാ വിഷയവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ഐറ്റംസ് ആണ്. ഇതിൽ നമ്മളെ കുരുവിയാണ് ഈ കാണുന്നത്. ഈ ഒരു കുരുവി ബണ്ടിൽ നമുക്ക് എത്ര പൈസ കൊടുക്കാൻ? ഇത് 200 രൂപയോളം പോകും. ഹോൾസെയിൽ ബണ്ടിലായിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റ് കൊടുക്കാൻ പറ്റും. 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബണ്ടിൽ 25 പീസ് വരുന്ന ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കുള്ളത് നമ്മുടെ ലക്ഷ്മി ചെറുതാണ്, അതിൻ്റെ ചെറിയ സൈസ് വരുന്നത്. ഇതും 25 എണ്ണം വരുന്ന ബണ്ടിലാണ്. എത്ര? ഇത് 125 ഹോൾസെയിൽ റേറ്റ് ആയിട്ട് കൊടുക്കും. ഹോൾസെയിൽ റേറ്റ് ബണ്ടിൽ എടുക്കുന്നതിൻ്റെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത്. പിന്നെ അതേപോലെ തന്നെ കുറച്ചുകൂടെ വലിയ സൈസാണ് നമ്മളെ ലക്ഷ്മി പാരറ്റ് എന്ന് പറയുന്ന ഒരു മോഡൽ 3 ഇഞ്ചിന്റെ. എത്ര കൊടുക്കാനും? ഇത് 300 രൂപ ഒരു ബണ്ടിൽ. 10 പീസ്. 10 ഓക്കെ റെഡി. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഡബിൾ സൗണ്ട് താഴെ നിന്ന് പൊട്ടും മുകളിൽ നിന്ന് പോയിട്ട് പൊട്ടും. ഇത് നമ്മളൊരു ബണ്ടിൽ 10 പീസ് വരുന്ന എത്ര? ഇത് 400 രൂപ കൊടുക്കും. 400 രൂപ ഹോൾസെയിൽ റേറ്റ്. നമ്മളിത് ബണ്ടിലായിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 രൂപ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് കിട്ടും. പിന്നെ നമ്മളെ ബിജിലി ക്രാക്കേഴ്സ് ആണ്. ഇത് 10 പാക്കറ്റ് വരും അല്ലേ ബണ്ടിൽ? ഈ ഒരു ബണ്ടിലായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപ കൊടുക്കും. 100 രൂപ കൊടുക്കാൻ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതൊരു ബണ്ടിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് അടിപൊളി ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റി ബിജിലി നമുക്കിവിടെ അവൈലബിൾ ആണ്. ചീമയുടെ തന്നെ ബ്ലൂ സ്ട്രിപ്പ് വരുന്നതും അങ്ങനെ കുറച്ച് അടിപൊളി മോഡൽസ് നമുക്ക് ബിജിലിയിലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാ ഏരിയാസും കവർ ചെയ്തല്ലേ? അതെ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തു, എല്ലാ ഐറ്റംസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ നോർമൽ പണ്ടേ ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് സ്കൈ ഷോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് വാങ്ങിക്കാം. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഒരു പടക്കത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. വലിയ രീതിയിലുള്ള പ്രൈസ് വലിയ ചേഞ്ചസ് വന്നിട്ടില്ല. ചേഞ്ചസ് ഇല്ല. കഴിഞ്ഞ റേറ്റ് തന്നെ ഇപ്പോൾ ഉള്ളത്. അതെ, കഴിഞ്ഞ ഓൾമോസ്റ്റ് ആ റേറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ വന്നില്ല. പക്ഷേ കുറേ അധികം വെറൈറ്റി മോഡൽസ് ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് മോഡൽസ് വന്നുകൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 ദിവസം കൊണ്ടൊക്കെ അല്ലേ 2 ദിവസം സ്റ്റോക്ക് കൂടും, സ്ഥലങ്ങളിൽ ഫില്ലാവും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഫില്ലാണ്. ഇനിയും കുറേ സാധനങ്ങൾ ഗോഡൗണിൽ നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ വന്നു കഴിഞ്ഞാൽ നേരത്തെ കിട്ടും. അതേപോലെ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് ഉള്ളിൽ കയറിയിട്ട് ഇഷ്ടമുള്ള സാധനം നമുക്ക് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. 150-ൽ പരം വെറൈറ്റി ഐറ്റംസ് ചൈനീസ് നമുക്ക് കുറേ അധികം ഫാൻസി ഐറ്റംസ് ഇപ്രാവശ്യം ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൈ ഷോട്ടിൻ്റെ ഏരിയ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സാധനമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് നോക്കി സെലക്ട് ചെയ്തെടുക്കുക. വീഡിയോ കണ്ടു വരുമ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ മതി. നല്ല സ്പെഷ്യൽ പ്രൈസിൽ നമുക്ക് എന്തായാലും സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഷോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണൂർ ടൗൺ സ്ക്വയറിൽ പിന്നെ കടലായ അമ്പലത്തിൻ്റെ അടുത്ത് ഒന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെയിൻ റോഡ് തന്നെയാണ്. നമ്മൾ ഓപ്പോസിറ്റ് ഫയർ സ്റ്റേഷൻ്റെ ഒക്കെ നേരെ മുന്നിലാണ്. അപ്പോൾ നിങ്ങൾ കണ്ണൂർ വരുന്ന ടൈമിൽ എന്തായാലും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. അടിപൊളി. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ അടുത്ത പ്രാവശ്യം വീണ്ടും കാണാമല്ലേ? അതെ. അപ്പോൾ ബൈ. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷൻ താഴെയുണ്ട്. നമ്മൾ